Good evening. ഞാൻ അശ്വതി. വെൽക്കം ടു Santhigiri ന്യൂസ് വെജ് കോർണർ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ്, ഡ്രൈ ഗ്രേപ്പ് സർബത്ത്. ഇപ്പോൾ വേനൽക്കാലമാണ്, നമ്മളുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹാർഡ് ടാസ്ക് തന്നെയാണ്. ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഈ വേനൽ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. പുറത്തോട്ട് ഇറങ്ങിയാൽ ഒരുപാട് കടകൾ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ജ്യൂസ് സെൻറ്റേഴ്സ് ഉണ്ട്, സർബത്ത് കടകളുണ്ട്. സോ ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് റിഫ്രഷിംഗ് ആയിട്ടുള്ള, വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രൈ ഗ്രേപ്പ് സർബത്താണ്. സോ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഞാൻ ഷുഗർ വച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഓപ്ഷണലാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ് ഇത്. സോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഗ്രേപ്പ് തന്നെയാണ്. ഡ്രൈ ഗ്രേപ്പിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാം. ഡ്രൈ ഗ്രേപ്പ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. മാത്രമല്ല, പണ്ടത്തെ കാലത്തൊക്കെ പീരിയഡ്സ് വരുന്ന സമയത്ത് ലേഡീസ് യൂസ് ചെയ്യുന്നത് ഈ ഡ്രൈ ഗ്രേപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിട്ട് പിറ്റേന്ന് കുടിക്കാറുണ്ട്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തരുന്ന ഡ്രിങ്കാണ്. നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാവുന്ന വേദന നല്ലപോലെ ഒരു ആശ്വാസം നമുക്കുണ്ടാവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ നറുതണ്ടി സർബത്താണ്. അത് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ആൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഷുഗർ ഓപ്ഷണലാണ്. ദെൻ മിൻറ്റ് ലീവ്സ് ഉണ്ട്. ദെൻ ലെമൺ ജ്യൂസ്, ഞാൻ ജ്യൂസ് സ്ക്വീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മളുടെ കസ്കസ്, നമ്മുടെ ബോഡി ഒന്ന് റിഫ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ തണുപ്പിക്കാനായിട്ട് നമ്മൾ കസ്കസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 ടൈപ്പ് ഡ്രൈ ഗ്രേപ്പ് സർബത്ത് ഉണ്ടാക്കുന്നത് ഉണ്ട്. നമ്മൾ നോർമൽ വാട്ടർ ഉപയോഗിച്ച്, രണ്ടാമത് ഞാനിവിടെ സോഡയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 രീതിയും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ഗ്രേപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കുക. പലതരത്തിലുള്ള ഡ്രൈ ഗ്രേപ്പ് നിങ്ങൾക്ക് കിട്ടും. നല്ല കറുത്ത ഡ്രൈ ഗ്രേപ്പ് ഫസ്റ്റ് ക്വാളിറ്റി കിട്ടും, അല്ലാതെ നോർമൽ കിട്ടും. അത് കണക്ക് തന്നെ വൈറ്റും കിട്ടും. ഞാനിവിടെ ഡ്രൈ ഗ്രേപ്പ് ഫസ്റ്റ് ക്വാളിറ്റി ഡാർക്ക് കളേർഡായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ദെൻ ഇത് ഒന്ന് അരച്ചെടുക്കുക മിക്സിയിൽ. വെള്ളം കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. ഡ്രൈ ഗ്രേപ്പ് എടുക്കുക. അതിനുശേഷം ആദ്യത്തെ ഒരു ഫസ്റ്റ് വാട്ടർ യൂസ് ചെയ്ത് കഴുകിക്കളയുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതൊന്ന് ഇട്ട് വയ്ക്കുക. ദെൻ വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുത്തതാണ് ഇത്. ഇപ്പോൾ ഒരു സിറപ്പ് പോലെ ഉണ്ട്. ഇത് നറുതണ്ടി സിറപ്പാണ്, നറുതണ്ടി മേടിച്ചുണ്ടാക്കിയതാണ്. ഷുഗർ ഞാൻ ആൾറെഡി പറഞ്ഞു ഓപ്ഷണലാണ്. സോ ഇതിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, ഈസിയാണ്, പക്ഷേ റിഫ്രഷിംഗ് ആണ്. ആദ്യം ആഡ് ചെയ്യേണ്ടത് ലെമൺ ജ്യൂസാണ്. നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് ആഡ് ചെയ്യും. ഇപ്പോൾ ലെമൺ ആഡ് ചെയ്യാതെ തന്നെ വെറുതെ തന്നെ ഇത് കുടിക്കാനും നല്ല റിഫ്രഷിംഗ് ആണ്. ഒന്ന് തണുപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റിഫ്രഷിംഗ് എനർജി തരുന്ന ഒരു ഡ്രിങ്കാണ്. ദെൻ ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളുടെ നറുതണ്ടി സർബത്താണ്. എസൻസ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. നറുതണ്ടി സർബത്ത് വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ സർബത്ത് കടകൾ കാണാറുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. നമ്മളുടെ അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും. നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബെറ്റർ. അല്ലാതെ കടയിലും പാക്കറ്റായിട്ട് അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, കാരണം ആൾറെഡി ഡ്രൈ ഗ്രേപ്പിനും മധുരമുണ്ട്, സർബത്തിനും നല്ല മധുരമുണ്ട്. ഇനി നമ്മളുടെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് കട്ടി അനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. നല്ല കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജ്യൂസ് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആദ്യം നമുക്ക് നോർമൽ വാട്ടറിൽ പ്രിപ്പയർ ചെയ്യാം. തണുത്ത വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങളുടെ ദാഹം അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ വെള്ളം ചേർക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് കസ്കസാണ്. കസ്കസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർക്കാം. ഒരു 2 മിനിറ്റിനുള്ളിൽ കസ്കസ് നമുക്ക് കുതിർത്ത് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ആൾറെഡി ഒന്ന് കുതിർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്, ബെറ്റർ ഓപ്ഷനാണ്. കസ്കസ് നമുക്ക് കടയിൽ പല ഫ്ലേവേഴ്സിൽ കിട്ടാറുണ്ട്. ഇതിപ്പം അങ്ങാടി കടയിൽ നിന്ന് നാച്ചുറലായിട്ട് മേടിച്ചതാണ്.
നോർമൽ കസ്കസാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതാണ് കസ്കസ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുള്ളവർക്ക് ഡ്രൈ ഗ്രേപ്പ് തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇൻ ദ സെൻസ് മീൻസ് കാഷ്യോ അല്ലെന്നുണ്ടെങ്കിൽ ബദാമോ അങ്ങനെ എന്തെങ്കിലും ക്രഷ് ചെയ്ത് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു മിൻറ്റ് ലീഫ് മാത്രം, റിഫ്രഷിംഗ് ആണ് മിൻറ്റ്, സോ ഞാൻ മിൻറ്റ് മാത്രം ചെറുതായിട്ട് ആഡ് ചെയ്യുവാണ്. സോ നമ്മളുടെ സർബത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുടിക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. സോ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് മധുരം ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം ഞാൻ കുറച്ച് ഡ്രൈ ഗ്രേപ്പ് കട്ടിയായിട്ടാണ് യൂസ് ചെയ്തത്. സോ തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല മധുരമായിരിക്കും. സോ ഞാനിവിടെ ഷുഗർ അവോയ്ഡ് ചെയ്യാണ്. സോ ഇത് ഒരു മെത്തേഡാണ് നമ്മുടെ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സോഡ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സെയിം പ്രൊസീജിയറാണ്. വെള്ളം ചേർക്കുന്ന സ്ഥലത്ത് നമ്മൾ സോഡ ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളിത് ഡ്രൈ ഗ്രേപ്പ് സർബത്ത് കുലുക്കിയായിട്ട് എടുക്കുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് മുളകോ അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഇവിടെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. നമ്മളുടെ നേരത്തെ പ്രൊസീജിയർ അതുപോലെ കണ്ടിന്യൂ ചെയ്യുവാണ്. ആദ്യം നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നു, ദെൻ നമ്മൾ സർബത്ത് ആഡ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ വെള്ളത്തിന് പകരം സോഡ ആഡ് ചെയ്യും. സോ ഇനി നമ്മൾ കസ്കസ് ആഡ് ചെയ്യുന്നു. ദെൻ നമ്മളുടെ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് മിൻറ്റ്. ഓക്കെ, സോ സെയിം പ്രൊസീജിയറാണ്. റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമ്മൾ അല്ലാത്ത നോർമൽ ഗ്രേപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് ഡ്രൈ ഗ്രേപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഗസ്റ്റ് വരുമ്പോഴത്തേക്കും റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കി നൽകുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ ഗ്രേപ്പ് ഫസ്റ്റ് ക്വാളിറ്റി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വെള്ളത്തിലിട്ടാൽ തന്നെ കുതിർന്ന് വരും. അപ്പോൾ തന്നെ നമുക്ക് മിക്സിയിൽ അരച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നോർമൽ വാട്ടറിൽ ഉണ്ടാക്കാം. മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ ഡ്രിങ്ക്. വേനലിൽ ആശ്വാസമായിട്ട് നിങ്ങൾക്ക് റിഫ്രഷിംഗ് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്, ദാറ്റ് ഈസ് ഗ്രേപ്പ് സർബത്ത്, ഡ്രൈ ഗ്രേപ്പ് സർബത്ത്. പ്ലെയിൻ വാട്ടറിലും പിന്നെ സർബത്ത് പോലെ നമുക്ക് സോഡയിലും ഉപയോഗിക്കാം. സോ അടുത്തൊരു എപ്പിസോഡിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിഷുമായിട്ട് നമുക്ക് കാണാം. വീണ്ടും കാണുന്നത് വരെ ബൈ.